ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFE സുവർണ ജൂബിലി ചിട്ടിയ 50 പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും. പിന്നെ കാര്യങ്ങളുള്ളതാണേ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 23 ചൊവ്വാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി മാർച്ച് 7 പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചന നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് മോദിയുടെ പരാമർശം. അതുവരെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പരമാവധി എത്താൻ ശ്രമിക്കുമെന്നും പ്രധാനമന്ത്രി. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന അവകാശവാദം ഉന്നയിച്ചും ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമുണ്ടെന്ന് കള്ളം പറഞ്ഞും കൊറോണിൽ എന്ന ആയുർവേദ ഉൽപ്പന്നം ഇറക്കിയ പതഞ്ജലിയുടെ നടപടിയിൽ ഞെട്ടൽ രേഖപ്പെടുത്തി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വ്യാജമായി കെട്ടിച്ചമച്ച അത്തരം അശാസ്ത്രീയമായ ഉൽപ്പന്നം പുറത്തിറക്കുന്നതിനെ പ്രോത്സാഹനം നൽകിയ ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ രാജ്യത്തോട് വിശദീകരണം നൽകണമെന്നും IMA ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 23 മുതൽ ഇന്ത്യയിലെത്തുന്ന എല്ലാ അന്താരാഷ്ട്ര യാത്രക്കാർക്കും PCR പരിശോധന നിർബന്ധം. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടൻ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നവർക്ക് നിർദ്ദേശം ബാധകമാണ്. തിങ്കളാഴ്ച രാത്രി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. കുടുംബത്തിലെ മരണവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി നാട്ടിൽ എത്തുന്നവരെ മാത്രമേ PCR പരിശോധനയിൽ നിന്ന് ഒഴിവാക്കുകയുള്ളൂ. പ്രവാസി ഇന്ത്യക്കാരുടെ ദീർഘകാല ആവശ്യമായ പോസ്റ്റൽ ബാലറ്റിന് പൂർണ്ണ പിന്തുണ അറിയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രവാസി വോട്ടിനായി സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയ ഡോക്ടർ ഷംസീർ വയലിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. SNC ലാവ്ലിൻ ഇടപാടിലെ ഗൂഢാലോചനയിൽ പിണറായി വിജയനെ പങ്കുണ്ടെന്ന് VM സുധീരൻ. ലാവ്ലിൻ കമ്പനിക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ KSEB ജീവനക്കാർക്ക് മേൽ പിണറായി വിജയൻ സമ്മർദ്ദം ചെലുത്തി എന്നാണ് സുധീരന്റെ വാദം. ലാവ്ലിൻ കേസിൽ VM സുധീരൻ സുപ്രീംകോടതിയിൽ വാദം എഴുതി നൽകി. 20-ലധികം തവണ മാറ്റിവെക്കപ്പെട്ട ശേഷം ലാവ്ലിൻ കേസിൽ ഒടുവിൽ വാദം നാളെ ആരംഭിക്കാനിരിക്കുകയാണ്. കേസിൽ വാദത്തിന് തയ്യാറാണെന്ന് CBI അറിയിച്ചതായാണ് സൂചന. നിയമനം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം കടുപ്പിച്ച് PSC ഉദ്യോഗാർത്ഥികൾ. ഇതിന്റെ ഭാഗമായി ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗാർത്ഥികൾ നിരാഹാര സമരം തുടങ്ങി. സർക്കാർ തീരുമാനം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. ചെല്ലാനം മത്സ്യബന്ധന തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനെ സമർപ്പിച്ചു. ഫിഷിംഗ് ഹാർബറിൽ നടന്ന ചടങ്ങിൽ ഓൺലൈനായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പദ്ധതി പൂർത്തീകരണത്തിലൂടെ മത്സ്യബന്ധന മേഖലയിൽ പ്രത്യക്ഷമായി 9,000 പേർക്കും പരോക്ഷമായി 13,000 പേർക്കും തൊഴിൽ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പോകുന്ന അതിർത്തി റോഡുകൾ പലതും അടച്ച പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അന്തർ സംസ്ഥാന യാത്രയ്ക്ക് ഒരു നിയന്ത്രണവും ഒരു സംസ്ഥാനവും ഏർപ്പെടുത്താൻ പാടില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശത്തിന് എതിരാണ് അതിർത്തികൾ അടയ്ക്കുകയും കേരളത്തിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾ തടയുകയും ചെയ്ത നടപടി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കേരള സന്ദർശനത്തിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് CPM. കേരളത്തിലെ കർഷകരുടെ പ്രതിസന്ധിക്ക് പ്രധാന കാരണക്കാരൻ രാഹുൽ ഗാന്ധിയാണെന്ന് CPM സംഘടനയായ കർഷക സംഘം ആരോപിച്ചു. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുള്ള ട്രാക്ടർ റാലിക്ക് പിന്നാലെയാണ് വിമർശനം. UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ആസിയാൻ കരാറാണ് കേരളത്തിലെ കർഷകരുടെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയതെന്ന് കർഷക സംഘം സെക്രട്ടറി KN ബാലഗോപാൽ ആരോപിച്ചു. ജനാധിപത്യത്തെ വിൽപ്പനയ്ക്ക് വെച്ചവരും വിലയ്ക്ക് വാങ്ങാൻ തയ്യാറായവരും തമ്മിലുള്ള കച്ചവടമാണ് പുതുച്ചേരിയിൽ അരങ്ങേറിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ലജ്ജാകരമായ ഒരു അധ്യായമാണിതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ ഇന്നലെ 38,103 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 2,212 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 16 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4,105 ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 34 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 1987 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്.
169 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 22 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5037 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 55,468 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: കോഴിക്കോട് 374, ആലപ്പുഴ 266, എറണാകുളം 246, മലപ്പുറം 229, തിരുവനന്തപുരം 199, കൊല്ലം 154, കോട്ടയം 145, തൃശൂർ 141, കണ്ണൂർ 114, പത്തനംതിട്ട 97, കാസർഗോഡ് 86, പാലക്കാട് 68, വയനാട് 52, ഇടുക്കി 41. സംസ്ഥാനത്ത് ഇന്നലെ ഒരു പുതിയ ഹോട്ട്സ്പോട്ട്. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിലാകെ 372 ഹോട്ട്സ്പോട്ടുകൾ. PSC ഉദ്യോഗാർത്ഥികൾക്കായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ MLA-മാരായ ഷാഫി പറമ്പിലും ശബരിനാഥും നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഷാഫിക്കും ശബരിനാഥിനും പകരം റിയാസ് മുക്കോളി, റിജിൽ മുക്കുറ്റി, NS നുസൂർ എന്നീ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാർ നിരാഹാര സമരം തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. മൻമോഹൻ സർക്കാരിനെതിരെ 2009-ൽ കർഷകർ സമരം നടത്തിയ കാലത്തില്ലാത്ത പ്രതിഷേധം ഇപ്പോൾ താങ്ങുവില ഉയർത്തുകയും കർഷകനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും APMC-കൾ നിർത്തലാക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മോദി സർക്കാരിനെതിരെ നടത്തുന്നത് മനുഷ്യന്റെ യുക്തിയെ വെല്ലുവിളിക്കുന്നതാണെന്നും ഇത് അടുത്ത പട്ടായ ടൂറിന് മുമ്പെങ്കിലും കോൺഗ്രസുകാർ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കണമെന്നും രാഹുലിന്റെ ട്രാക്ടർ റാലിയെ വിമർശിച്ച് ശോഭ സുരേന്ദ്രൻ. രാഹുൽ ഗാന്ധി ട്രാക്ടർ ഓടിക്കുന്നതും പ്രിയങ്ക ഗാന്ധി സാരി ഉടുക്കുന്നതും പ്രച്ഛന്നവേഷ മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനം പോലും കിട്ടാൻ യോഗ്യതയില്ലാത്ത കോമാളിത്തരമാണെന്ന് രമേശ് ചെന്നിത്തലയെങ്കിലും രാഹുൽ ഗാന്ധിയെ ഉണർത്തിക്കണമെന്നും ശോഭ സുരേന്ദ്രൻ. NCP-യിൽ നിന്ന് പുറത്താക്കിയ മാണി സി കാപ്പൻ MLA പുതിയ പാർട്ടി രൂപീകരിച്ചു. നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള എന്നാണ് പാർട്ടിയുടെ പേര്. മാണി സി കാപ്പൻ പ്രസിഡന്റും ബാബു കാർത്തികേയൻ വൈസ് പ്രസിഡന്റുമായാണ് പുതിയ പാർട്ടിയുടെ രൂപീകരണം. CK സുബൈറിനെ യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി. സഹപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പെൺകുട്ടി മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിരുന്നു. നേരത്തെ കത്വ കേസ് ഫണ്ടിന്റെ പേരിൽ CK സുബൈറിനും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനും എതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഗൾഫിൽ നിന്ന് താൻ നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്ന് മന്നാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവതി. 8 മാസത്തിനിടയിൽ 3 തവണ സ്വർണമെത്തിച്ചു. ഒടുവിൽ കൊണ്ടുവന്നത് 1.5 കിലോ സ്വർണമാണ്. ഇത് വഴിയിൽ ഉപേക്ഷിച്ചെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. യുവതിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗാൾ റാലി. സർക്കാർ എന്ന നിലയിൽ ബംഗാൾ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് സംസ്ഥാനത്തിനുള്ളതെന്നും പ്രധാനമന്ത്രി വിമർശനമുയർത്തി. MP-മാരെയും MLA-മാരെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും അശ്ലീല വീഡിയോ കോളിൽ കുടുക്കി പണം തട്ടാൻ ലക്ഷ്യമിട്ട സംഘം പിടിയിൽ. രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ് സ്വദേശികളായ 3 പേരെയാണ് മുംബൈ പോലീസ് പിടികൂടിയത്. ജനപ്രതിനിധികൾക്ക് പുറമെ ഉന്നത ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും മറ്റ് ഉന്നതരെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വലയിലാക്കി പണം തട്ടാൻ ഇവർ ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് പറഞ്ഞു. ദാദ്ര നഗർ ഹവേലിയിൽ നിന്നുള്ള സ്വതന്ത്ര MP മോഹൻ ദേൽക്കറെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിങ്കളാഴ്ച മുംബൈയിലെ ഹോട്ടൽ മുറിയിലാണ് മോഹൻ ദേൽക്കറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമിക അന്വേഷണത്തിൽ ആത്മഹത്യയാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഞാനങ്ങ് തിരിച്ചു പോയാലോ ദുബായിക്ക്? പണയം വെച്ച ഗോൾഡിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? കുറഞ്ഞ പലിശയ്ക്ക് അത് KSF-ൽ സേഫ് അല്ലേ? KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പറ്റുള്ള ഒരു ഗോൾഡ് ലോൺ. ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 10,493 പേർക്ക്. മരണം 76. ഇതോടെ ആകെ മരണം 1,56,498 ഇതുവരെ 1,10,15,863 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 1.44 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 5,210 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 128 പേർക്കും തമിഴ്നാട്ടിൽ 449 പേർക്കും കർണാടകയിൽ 317 പേർക്കും ആന്ധ്രാപ്രദേശിൽ 41 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 2,70,919 കോവിഡ് രോഗികൾ.
അമേരിക്കയിൽ 51,609 പേർക്കും ബ്രസീലിൽ 29,357 പേർക്കും രോഗം ബാധിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 11.22 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 2.20 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 6,149 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,231 പേരും ബ്രസീലിൽ 716 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ മൊത്തം 24.84 ലക്ഷം മരണം സ്ഥിരീകരിച്ചു. മ്യാൻമർ സൈന്യത്തിന്റെ പ്രധാന പേജ് ഫേസ്ബുക്ക് നീക്കം ചെയ്തു. അക്രമത്തിന് പ്രേരിപ്പിക്കുന്നത് തടയുന്നതിനായുള്ള കമ്പനി ചട്ടത്തെ അടിസ്ഥാനമാക്കിയാണ് നടപടി. 2 ദിവസം മുൻപ് മ്യാൻമറിലെ സൈനിക അട്ടിമറിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. പാസ്പോർട്ടല്ല മുഖമാണ് ദുബായ് വിമാനത്താവളത്തിൽ ഇനി യാത്രാരേഖ. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാസ്പോർട്ടോ എമിറേറ്റ്സ് ഐഡിയോ ഉപയോഗിച്ചാണ് മുമ്പ് ആളുകൾ എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിരുന്നത്. എന്നാൽ ഇതെല്ലാം മടക്കിവെച്ച് ടിക്കറ്റ് ചെക്കിംഗ് കൌണ്ടർ മുതൽ വിമാനത്തിലേക്ക് കയറും വരെ മുഖം മാത്രം കാണിച്ച് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന യാത്രാ സംവിധാനം കഴിഞ്ഞ ദിവസം ദുബായ് എയർപോർട്ടിൽ നിലവിൽ വന്നിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ യാത്രക്കാരുടെ മുഖവും കണ്ണുകളും തിരിച്ചറിഞ്ഞ് നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്ന ബയോമെട്രിക് അതിവേഗ യാത്രാ സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ലെബനൻ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 10 രാജ്യങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാർക്ക് താൽക്കാലിക പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ ഒമാൻ സുപ്രീം കമ്മിറ്റി ഉത്തരവ് പുറപ്പെടുവിച്ചു. ഫെബ്രുവരി 25 വ്യാഴാഴ്ച മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും. 15 ദിവസത്തേക്കാണ് ഇപ്പോൾ നിരോധനം. വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തിന് വിജയം. ഉത്തർപ്രദേശിനെ 3 വിക്കറ്റിന് തകർത്താണ് കേരളം വിജയം ആഘോഷിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഉത്തർപ്രദേശ് 49.4 ഓവറിൽ 283 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം 48.5 ഓവറിൽ വിജയം സ്വന്തമാക്കി. 5 വിക്കറ്റുമായി തിളങ്ങിയ ശ്രീശാന്തിന്റെ ഉജ്ജ്വല പ്രകടനമാണ് കേരളത്തിന് വിജയം സമ്മാനിച്ചത്. 15 വർഷത്തിനു ശേഷമാണ് ലിസ്റ്റ് എ മത്സരത്തിൽ ശ്രീശാന്ത് 5 വിക്കറ്റ് പ്രകടനം കാഴ്ചവെക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനുള്ള ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ ബൌളിംഗ് കോച്ചായി നിയമിതനായ മുൻ താരം ചാമിന്ദ വാസ് ലങ്കൻ ടീം വിൻഡീസിലേക്ക് യാത്ര തിരിക്കുന്നതിന് തൊട്ടുമുൻപ് പരിശീലക സ്ഥാനം രാജിവെച്ചു. പ്രതിഫലത്തെ ചൊല്ലിയുള്ള തർക്കമാണ് വാസിന്റെ അപ്രതീക്ഷിത രാജിക്ക് കാരണമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഉത്തരവാദിത്തമില്ലാത്ത നടപടിയാണ് വാസിന്റേതെന്നും സാമ്പത്തിക ലാഭം മാത്രമാണ് താരത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് തുറന്നടിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കരുത്തരും നിലവിലെ 1ാം സ്ഥാനക്കാരുമായ ATK മോഹൻ ബഗാനെ സമനിലയിൽ കുരുക്കി ഹൈദരാബാദ് FC പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. 5ാം മിനിറ്റിൽ 10 പേരായി ചുരുങ്ങിയിട്ടുപോലും ഹൈദരാബാദ് ഉശിരൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അർഹിച്ച ജയമാണ് ഹൈദരാബാദിന് നഷ്ടമായത്. 2 തവണ മത്സരത്തിൽ ലീഡെടുത്തിട്ടും ടീമിനെ വിജയിക്കാനായില്ല. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.